ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂസ് ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശാസ്ത്രമേളയിലും മറ്റും ചോദിക്കാൻ സാധ്യതയുള്ള ചില സാമൂഹ്യ ശാസ്ത്ര ചോദ്യോത്തരങ്ങളാണ് പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന് ശരിയായ ഉത്തരം കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്തിരുന്നു. ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖയുടെ പേര്? ഉത്തരം ഭൂമധ്യരേഖ. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം അനിമോമീറ്റർ. കേരളത്തിലെ ഏത് ജില്ലയാണ് കർണാടകം, തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്? ഉത്തരം വയനാട്. രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏത്? ഉത്തരം ലൂണി നദി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം? ഉത്തരം 1888. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ആപ്പിൻ്റെ ആകൃതിയിലുള്ളത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഉത്തരം ആനമുടി. ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന്? ഉത്തരം ജൂൺ 21. ഒരു ദിവസത്തെ കൂടിയ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഏത് സമയത്തെ താപനിലയാണ്? ഉത്തരം ഉച്ചയ്ക്ക് 2 മണി. നായാടി യുഗം എന്നറിയപ്പെടുന്ന ശിലായുഗം ഏത്? ഉത്തരം പ്രാചീന ശിലായുഗം. ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ട പ്രാചീന ഇന്ത്യയിലെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം അശോകൻ. 2017 100-ാം വാർഷികം ആഘോഷിക്കുന്ന മഹാത്മാഗാന്ധി പങ്കെടുത്ത ഇന്ത്യയിലെ സത്യാഗ്രഹം ഏത്? ഉത്തരം 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലമേത്? ഉത്തരം ശൈത്യകാലം. അന്തരീക്ഷത്തിലെ താപീയ പാളികളിൽ ഏതിലാണ് ഓസോൺ വാതക പാളി രൂപപ്പെടുന്നത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. മഞ്ഞ് കട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ എന്തു വിളിക്കുന്നു? ഉത്തരം ആലിപ്പഴ വീഴ്ച. ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏത്? ഉത്തരം ഹാരപ്പ. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജോഹാനസ് ഗുട്ടൻബർഗ്. വിവിധ സൂഫി വിഭാഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സിൽസിലകൾ. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന പരാമർശമുള്ള വേദം?
ഉത്തരം അഥർവവേദം. ഇനി നിങ്ങൾക്കായി കമൻറ്റ് ചെയ്യാനുള്ള ബോണസ് ക്വസ്റ്റ്യൻ. സങ്കരവാസ സങ്കേതങ്ങൾ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ശരി ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.